നിങ്ങൾ ആദരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസു തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ഷരീഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും. അതിന്റെ പുറമേ അവിടത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ഷരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഈ അവതരിപ്പിക്കപ്പെട്ട ക്ലിപ്പിലുള്ളത്. കാന്തപുരത്തിൻ്റെ തന്നെ സൈറ്റിൽ muslimpath.com എന്ന് പറയുന്ന സൈറ്റിൽ പറയുന്നത്, ഹുജ്റത്തു ഷരീഫയുടെ ബാഹ്യഭാഗത്ത് നാം കാണുന്ന ചതുർഭുജ കെട്ടിടത്തിനകത്ത് ഒരു പഞ്ചഭുജ കെട്ടിടമുണ്ട്. അതിനകത്ത് ഒരു സമചതുര കെട്ടിടവും, അതിനകത്താണ് 3 വിശുദ്ധ ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചഭുജ കെട്ടിടത്തിന് കവാടമില്ല. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാനോ അകം കാണാനോ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അകത്തേക്ക് കടക്കാനും കവാടമില്ലാത്ത, അകത്തേക്ക് കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അകം കാണാൻ കഴിയാത്ത ആ സ്ഥലത്ത് പൊടി വിതറുന്നുണ്ട്, ചന്ദനപ്പൊടി വിതറുന്നുണ്ട്. എന്നിട്ട് അത് പഠിച്ചെടുത്തിട്ട് മൂപ്പർക്ക് മദീനത്തുള്ള വലിയ ആൾക്കാർ കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഇത് ഇത്രയും വൈരുദ്ധ്യം അയാളുടെ സൈറ്റിലുള്ള ലേഖനം പോലും അയാൾ വായിക്കാറില്ല. അത് ശരിയായിരിക്കും, വായിക്കുക പഠിക്കാന്ന് പറയുന്നൊന്നും ഇവർക്ക് ഇല്ലല്ലോ. എന്താട്ടെ, ഹക്ക് ഇങ്ങനെ ഇരിക്കെ ഇയാൾ ഈ കൊണ്ടുവന്ന പൊടി എവിടുന്ന് കിട്ടിയ പൊടിയാണ്? ചിന്തയും ബുദ്ധിയുമുള്ള പ്രമാണങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുവാനുള്ള, ഹക്ക് കണ്ടെത്തുവാനുള്ള, സത്യത്തിന്റെ മാർഗത്തിലെത്തുവാനുള്ള ഒരു അവസരമായി ഈ ക്ലിപ്പിനെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.